ഇഷ്ടം പോലെ ആൻഡ്രോയിഡ് സ്കിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും യൂണീക്ക് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് സ്കിൻ വേറെ കണ്ടിട്ടില്ല. ഇതാണ് നത്തിങ്ങിന്റെ നത്തിങ് OS 2.6 എന്ന് പറയുന്ന ആൻഡ്രോയിഡ് വെർഷൻ. പിന്നെ ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത് CMF Phone 1 ആണ്. ഈ ഒരു ഫോണിനെ പറ്റി അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിവ്യൂവിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനു മുമ്പേ തന്നെ ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കിടിലം കാര്യങ്ങളൊക്കെ തോന്നി. ടോപ്പ് 10 ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളതാണ്, ഈ ഒരു ഫോൺ ഫസ്റ്റ് ടൈം ബൂട്ട് ചെയ്യണം. ഇതല്ല, ഏതൊരു നത്തിങ് ഫോൺ നമ്മൾ മേടിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നത്തിങ്ങിന്റെ ഐക്കൺ പാക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത്. ബൈ ഡിഫോൾട്ട് നത്തിങ്ങിന്റെ ഒഫീഷ്യൽ ഐക്കൺ പാക്ക് ഈ ഒരു ഫോണിന് ഇൻസ്റ്റാൾഡ് ആയിട്ടായിരിക്കില്ല വരുന്നത്. എന്നാൽ ബൂട്ട് ചെയ്യുന്ന ടൈമിൽ ചോദിക്കും നമുക്ക് നത്തിങ് OS വേണോ അതോ സ്റ്റോക്ക് ആൻഡ്രോയിഡ് വേണോ എന്ന്. നത്തിങ് OS സെലക്ട് ചെയ്താലും ഐക്കൺസ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. എന്നാൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ പോയി BGMI ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താലും ആ ഒരു ആപ്ലിക്കേഷനിലൊന്നും ഈ ഒരു മോണോക്രോം കളർ വരത്തില്ല. കളർഫുൾ ആയിരിക്കും ആ ഒരു ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഐക്കൺ പാക്ക് നത്തിങ് ഒഫീഷ്യലി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നത്തിങ് ഫോൺസിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് വരാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും പ്ലേ സ്റ്റോറിൽ പോയി ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എല്ലാ ആപ്ലിക്കേഷനും മോണോക്രോം തീമിലാവും. ആൻഡ് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഒരു ചാനൽ റോഡ് ടു 50K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫോൺസിനെ പറ്റി ഫോൺമോസ് അല്ല പിന്നെ വേറെ ആരും പറഞ്ഞു തരത്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തെ ഫീച്ചറാണ് നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻ്റെ സൈസ് എൻലാർജ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു സൈസിലൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ഈ ഒരു സൈസിലാക്കി വെക്കാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു കൂൾ ഫീച്ചറാണ്. വേറെ ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ്സും ഇത് ഓഫർ ചെയ്യുന്നില്ല. അത്യാവശ്യം യൂണീക്ക് ആയിട്ട് തോന്നി. മൂന്നാമത്തെ പോയിന്റ് ആണ്, ഇതിന്റെ വാൾപേപ്പർ ആപ്ലിക്കേഷനിൽ AI കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിന്റെ വാൾപേപ്പർ സെക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ ഒരു ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം നമ്മൾ ബൂട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് AI എന്നും പറഞ്ഞ് മെൻഷൻ ചെയ്തിരിക്കും. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ ഒരു ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഇമേജസ് അവിടെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് അവിടെ മിക്സ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് വാൾപേപ്പേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സർവീസ് ഇന്റർനെറ്റ് ബേസ് ചെയ്താണ് റൺ ചെയ്യുന്നത്. എന്നിരുന്നാലും കൊള്ളാം. ഈ ഒരു ബഡ്ജറ്റിലും കുറച്ചൊക്കെ AI ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. പേരിനൊരു AI ഫീച്ചേഴ്സ് എങ്കിലും കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഐഫോൺ കാണിച്ച പോലെ iPhone 15 Proയിൽ മാത്രം AI, 15ൽ ഒരു AIയും കൊടുക്കാത്ത പോലെയല്ല ഇതിൽ ഇതെങ്കിലും തന്നിട്ടുണ്ട്. പിന്നെ രണ്ട് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് കൂടെ ഇതിന്റെ വാൾപേപ്പർ സെക്ഷനിൽ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നതാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. ഗ്ലാസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നോർമൽ ഇമേജിന് ഒരു ഗ്ലാസ് എഫക്റ്റ് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, ഇതുപോലത്തെ. ആൻഡ് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്ന് പറയും. അത് വേറൊന്നുമല്ല, നമ്മുടെ ഫോണിൽ നിന്ന് അൺലോക്ക് ചെയ്ത് വരുമ്പോൾ ഒരു അറ്റ്മോസ്ഫിയറിക് ആനിമേഷൻ ഒക്കെ കാണാൻ പറ്റും. മെയിനായിട്ട് എന്താണോ വാൾപേപ്പർ ആ ഒരു വാൾപേപ്പറിനെ ഒന്ന് ബ്ലർ ചെയ്യും, എന്നിട്ട് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. അത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ ഒരു ആനിമേഷൻ കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ അത്യാവശ്യം കിടിൽ ആനിമേഷൻ തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ വിഡ്ജറ്റ്സ് ആണ്. ഡോട്ട് മെട്രിക്സ് വിഡ്ജറ്റ്സ് ആണ്. എല്ലാം അത്യാവശ്യം കിടില ലുക്കാണ്. ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കലണ്ടർ വിഡ്ജറ്റിൽ അത്യാവശ്യം ഒരു കൂൾ ആനിമേഷൻ ഉണ്ട്. അതായത് ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞ് നാളെ ആകുമ്പോൾ ആ ഒരു കലണ്ടറിന്റെ സൈഡിൽ നിന്ന് ഒരു പേപ്പർ ഇങ്ങനെ ലിഫ്റ്റ് ആവുന്ന പോലെ കാണാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കൂൾ ആനിമേഷൻ നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കമ്പോയിട്ട് തോന്നി. കാരണം വേറെ ഒരു മാനുഫാക്ചേഴ്സും ഈ ഒരു സംഭവം കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള വിഡ്ജറ്റ്സ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല യുണീക്കാണ്. മാത്രമല്ല ക്വിക്ക് ടോഗിൾസിന്റെ വിഡ്ജറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇന്റർനെറ്റ് ഓൺ ചെയ്യണം, വൈഫൈ ഓൺ ചെയ്യണം, ഡാർക്ക് മോഡിൽ പോകണം, അങ്ങനെ എല്ലാ ക്വിക്ക് ടോഗിൾസും നമുക്ക് ഇതിൽ വിഡ്ജറ്റായിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതെല്ലാം അത്യാവശ്യം നല്ല യൂസ്ഫുൾ ഫീച്ചറായിട്ട് ഫീൽ ചെയ്തു. ഇതൊക്കെ നത്തിങ് OS എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് ആണ്. ഈ ഒരു ക്വിക്ക് ടോഗിൾസ് ഒക്കെ നമുക്ക് ഈ ഒരു ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കോമ്പസിന്റെ വിഡ്ജറ്റ് ഉണ്ട്, ബാറ്ററി ലൈഫിന്റെ വിഡ്ജറ്റ് ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ വിഡ്ജറ്റ്സ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കിടിലൻ തന്നെയാണ്. എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ യൂസ്ഫുൾ ഫീച്ചർ ആണ് ഇപ്പോൾ കോൾ റെക്കോർഡിംഗ് ഒക്കെ ആവശ്യമുള്ള മിക്ക ആൾക്കാരും കാണും. എന്നാൽ ഗൂഗിൾ ഡയലർ ആയിരിക്കും മിക്ക ഫോൺസിലും വരുന്നത്. ഇപ്പോൾ റിയൽമി ആണെങ്കിലും OnePlus ആണെങ്കിലും മിക്ക ബ്രാൻഡ്സിലും ഗൂഗിൾ ഡയലർ ആണ് ബൈ ഡിഫോൾട്ട് വരുന്നത്. എന്നാൽ ഈ ഫോണിലും ഗൂഗിൾ ഡയലർ ആണ്. എന്നാൽ അനൗൺസ്മെന്റ് ഇല്ലാതെ കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതും റെക്കോർഡർ വിഡ്ജറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ഒരു റെക്കോർഡർ വിഡ്ജറ്റ് എടുത്ത് നമ്മുടെ ഹോം സ്ക്രീനിൽ ഇടുക. ആൻഡ് അവിടെ നമ്മൾ ഈ ഒരു വിഡ്ജറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കോളും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. കോളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വിഡ്ജറ്റിൽ ഒന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ്. കോളിൽ എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം നമുക്ക് ആ ഒരു വിഡ്ജറ്റ് യൂസ് ചെയ്ത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കോൾ റെക്കോർഡിങ്ങും നത്തിങ് ഫോൺസിൽ പോസിബിൾ ആണ്, അനൗൺസ്മെന്റ് ഇല്ലാതെ തന്നെ. എന്നാൽ ഗൂഗിൾ ഡയലർ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അനൗൺസ്മെന്റും അല്ലെങ്കിൽ ബീപ്പ് ഒക്കെ കേൾക്കുന്നതാണ്. എന്നാൽ വിഡ്ജറ്റ് യൂസ് ചെയ്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ ഒരു രീതിയിലുള്ള അനൗൺസ്മെന്റ് ഒന്നും വരത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു ഫോണിലുള്ള ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ. ലോക്ക് സ്ക്രീനിൽ നമുക്ക് വിഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ലോക്ക് സ്ക്രീനിൽ എന്ത് വിഡ്ജറ്റാണോ ആഡ് ചെയ്യുന്നത് അതായിരിക്കും ഇതിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലും വരുന്നത്. ഈ ഒരു ലോക്ക് സ്ക്രീൻ വിഡ്ജറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ സെറ്റിംഗ്സിലാണ്. അവിടെ നമുക്ക് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്ന സെപ്പറേറ്റ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ
ലോക്ക് സ്ക്രീൻ വിഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആൻഡ് അതിനകത്താണ് കംപ്ലീറ്റ് പരിപാടി നടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതേ ലോക്ക് സ്ക്രീനിന്റെ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ AOD ഓപ്ഷൻ കാണാൻ പറ്റും. ഏറ്റവും ലാസ്റ്റ് ഉള്ള ഓപ്ഷനാണ്. അതൊന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നതാണ്. ആൻഡ് ഇതിൻ്റെയൊക്കെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളിയാണ്. ഒരു രീതിയിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതുവരെയും ഫേസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ട്രാൻസിഷൻ ബേസ് നോക്കുകയാണെങ്കിൽ. നെക്സ്റ്റ് ആണ് ബാറ്ററി ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് മെയിൻ ആയിട്ട് സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിനകത്ത് നമുക്ക് ബാറ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ കസ്റ്റം ചാർജിങ് മോഡുണ്ട്. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 70%, 80%, 90% ഇതിൻ്റെ ചാർജ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് മേളിലോട്ട് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യത്തില്ല ഈ ഒരു ഓപ്ഷൻ എനേബിൾഡ് ആണെങ്കിൽ. നെക്സ്റ്റ് ആണ് ഇതിൻ്റെ ഡോട്ട് മെട്രിക്സ് ആപ്പുകൾ. അതായത് ഇതിൽ വരുന്ന സിസ്റ്റം ആപ്സ്, ഇപ്പോൾ റെക്കോർഡർ ആവട്ടെ, വെതർ ആപ്പ് ആവട്ടെ, അതിലെല്ലാം ഡോട്ട് മെട്രിക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാണാൻ പറ്റും. ഇപ്പോൾ സെറ്റിംഗ്സിൽ ആപ്പ് ആണെങ്കിൽ പോലും നമുക്ക് ഡോട്ട് മെട്രിക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ വെതർ ആപ്പ് ആയാലും റെക്കോർഡർ ആപ്പ് ആയാലും അത്യാവശ്യം കിടിലൻ ലുക്ക് തന്നെയാണ്. അവിടെയും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ റെക്കോർഡർ ആപ്പ് എന്ന് പറയുന്നത്. ഒരു 90s ടേപ്പ് റെക്കോർഡറിൻ്റെ ഒക്കെ ഏകദേശം ഒരു ലുക്ക് ആൻഡ് ഫീലൊക്കെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ വെതർ ആപ്പ് നോക്കുകയാണെങ്കിൽ അവിടെയും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് നത്തിങ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് സ്ക്രീൻ അറ്റൻഷൻ എന്ന് പറയുന്ന മോഡ്. ആ ഒരു മോഡ് ഓൺ ആണെങ്കിൽ നമ്മുടെ ഫോൺ ഇപ്പോൾ 30 സെക്കൻഡ്സ് കഴിഞ്ഞ് ഓഫ് ആവുമെന്ന് വിചാരിച്ചോ. ആൻഡ് സ്ക്രീനിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്രീൻ ഓഫ് ആവത്തില്ല. അതും അത്യാവശ്യം കിടിലം ഫീച്ചറായിട്ട് തോന്നി. ആൻഡ് ഇത് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ നേരെ സെറ്റിംഗ്സിൽ പോയിട്ട് ഡിസ്പ്ലേ എടുക്കുക. ആൻഡ് ഡിസ്പ്ലേക്കകത്ത് സ്ക്രീൻ ടൈം ഔട്ട് കാണാൻ പറ്റും. അതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ക്രീനിൽ എത്ര നേരം നോക്കും അത്രയും നേരം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ഓഫ് ആവത്തില്ല. എന്നാൽ സ്ക്രീനിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ കണ്ണെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറുന്നത് സ്ക്രീൻ അവിടെ ഓഫ് ആവുന്നതാണ്. എന്നാൽ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ ഓഫ് ആവത്തില്ല ഈ ഫീച്ചർ ഓൺ ആണെങ്കിൽ. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ റിംഗ് ട്യൂൺസ് ആണ്. നമ്മൾ നോർമലി കേൾക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ടുള്ള റിംഗ് ട്യൂൺസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു CMF അല്ലെങ്കിൽ നത്തിങ് ഫോൺസിലൊക്കെ കാണുന്നത്. എന്നാൽ ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ ലൈറ്റ് കത്തത്തില്ല. ലൈറ്റ് കൂടെ കത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു റിംഗ് ട്യൂണിൻ്റെ ട്യൂൺ അനുസരിച്ച് ആ ഒരു ലൈറ്റ്സ് എല്ലാം ബ്ലിങ്ക് ചെയ്യുന്നതാണ്. എന്നാൽ ഇത് CMFിൻ്റെ ഫോൺ ആയതുകൊണ്ട് ലൈറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെയാണ് എനിക്ക് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ നത്തിങ് വോയിസ് ഫീൽ ചെയ്തത്. ഇതിനെക്കാട്ടും നല്ല ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഇതിൻ്റെ സെറ്റിംഗ്സിനകത്ത് ഒളിഞ്ഞിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെയാണ് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഈ ഒരു CMF ഫോൺ 1ന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ വീഡിയോ കാണുന്നതാണ്. ദിസ് ഇസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.